തൃശൂർ മാളയിൽ NSS കരയോഗത്തിൽ വിവാദമായി കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം. മാള തിരുമുക്കുളം കരയോഗത്തിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെക്കാൻ ശ്രമിച്ചത് എതിർപ്പിനിടയാക്കി. RSSന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി NSSനെ മാറ്റാൻ അനുവദിക്കാനാവില്ല എന്ന ഒരു വിഭാഗം നിലപാട് സ്വീകരിച്ചതോടെ പരിപാടി തടസ്സപ്പെടുകയും ചെയ്തു. ഈ രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിലാണ് NSS പരിപാടിയിലും ഭാരതാംബ വിവാദം ഉണ്ടായിരിക്കുന്നത്. തൃശൂർ മാള കൂഴൂരിൽ NSS ഇന്നലെ യോഗാദിനത്തിന്റെ ഭാഗമായി യോഗാദിന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അവിടെയാണ് ഈ സമുദായ ആചാര്യനായിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം കൂടി വച്ചത്. ഇതോടുകൂടി ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. മാള കുഴൂരിലായിരുന്നു സംഭവം. RSSന്റെ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി ഇതിനെ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്രകാരമാണ്. അതായത് RSSന്റെ പ്രചാരകനായിട്ടുള്ള ഒരു വ്യക്തി ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് നിലവിൽ ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത്. അങ്ങനെ പൊതുവെ ഈ NSSന്റെ വേദിയെ RSSന്റെ വേദിയാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയത്. ഇതോടുകൂടി ഇവർ ആവശ്യപ്പെടുന്ന ഇപ്രകാരമാണ്. അതായത് വലിയ ബോർഡുകളും പ്രതിഷേധ പോസ്റ്ററുകളും എല്ലാം ഈ മേഖലയിൽ ഒരു വിഭാഗം പതിപ്പിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ കമ്മിറ്റി തന്നെ, കരയോഗം കമ്മിറ്റി തന്നെ പിരിച്ചുവിടണം എന്നൊരു ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ വയ്ക്കുന്നത്. ഇതിൽ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ അറിവോടുകൂടിയാണ് ഇത്തരം ഒരു ചിത്രം വച്ചത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ NSSന്റെ വേദിയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. ഇതോടുകൂടി ചേരിതിരിഞ്ഞൊരു ഏറ്റുമുട്ടുന്ന വാക്കുതർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. ഇതോടുകൂടി പോലീസ് എത്തിയാണ് ഈ രംഗം ശാന്തമാക്കിയത്. പോലീസ് എത്തി ഈ പരിപാടിയുടെ അനുമതി നിഷേധിച്ചു. പരിപാടി നിർത്തിവെക്കുകയാണെന്ന് പോലീസ് അറിയിച്ചതോടുകൂടിയാണ് ഇരു വിഭാഗവും പിരിഞ്ഞു പോകാൻ തയ്യാറായത്. എന്തായാലും ഭാരതാംബ വിവാദം കൊഴുക്കുന്നതിനിടയിലാണ് NSSന്റെ വേദിയിലും ഇത്തരത്തിൽ ഈ ഭാരതാംബ വിഷയം ചർച്ചയാകുന്നത്.